കഴിഞ്ഞ 10 വർഷത്തിനിടെ ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 800-ലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് രാഷ്ട്രീയ സ്വാധീനത്താൽ സംരക്ഷണവും സ്ഥാനക്കയറ്റവും നേടിയത്. കസ്റ്റഡി മരണങ്ങളിൽ ഉൾപ്പെട്ടവർ പോലും മാസങ്ങൾക്കകം സർവീസിൽ തിരിച്ചെത്തുന്നത് സേനയെ ശുദ്ധീകരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ വെറും പ്രഹസനമാണെന്ന് തെളിയിക്കുന്നു. നിയമം കാക്കേണ്ടവർ തന്നെ നിയമം കയ്യിലെടുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളം പലതവണ കണ്ടത്. ലോക്കപ്പ് മർദ്ദനങ്ങളും ഗുണ്ടാബന്ധങ്ങളും മുതൽ മണൽ, മയക്കുമരുന്ന് മാഫിയകളുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് വരെ നീളുന്നു ഈ പട്ടിക. 800-ലധികം പോലീസുകാർ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് ഞെട്ടിക്കുന്ന കണക്കുകൾ നിയമസഭയിൽ തന്നെ വന്നതാണ്. സേനയെ ശുദ്ധീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പലതവണ പ്രഖ്യാപിച്ചെങ്കിലും പല നടപടികളും കടലാസിൽ മാത്രം ഒതുങ്ങി. വകുപ്പുതല അന്വേഷണങ്ങൾ മാസങ്ങളോളം നീട്ടിക്കൊണ്ടുപോയി പ്രതികളെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. ഭരണകക്ഷിയോടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടും ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എല്ലാ നിയമലംഘനങ്ങളും മറികടക്കാൻ അദൃശ്യമായ ഒരു കവചം ലഭിക്കുന്നുവെന്ന ആരോപണം ഇന്ന് ശക്തമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വരാപ്പുഴ ശ്രീജിത്ത് കസ്റ്റഡി മരണം, നെടുങ്കണ്ടം രാജ്കുമാർ കസ്റ്റഡി മരണം ഉൾപ്പെടെ 5-ലധികം കസ്റ്റഡി മരണ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്ത്രീപീഡന കേസിലും പോക്സോ കേസിലും വരെ പോലീസുകാർ പ്രതികളാകുന്നത് 10 വർഷത്തിനുള്ളിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. പോലീസിന്റെ ഗുണ്ടായിസം രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലും തുടരുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് വട്ടിയൂർക്കാവിൽ നടന്നത്. വട്ടിയൂർക്കാവ് SHO വിപിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് അതിക്രൂരമായി മർദ്ദിച്ചത് ഇതിനുദാഹരണമാണ്. പരാതിക്കാരനായ ബിനുവിന്റെ കണ്ണടിച്ചു തകർക്കുകയും ചെയ്തു. ജനങ്ങളുടെ സംരക്ഷകരാകേണ്ട പോലീസുകാർ തന്നെയാണ് CPM-ന് വേണ്ടി ഗുണ്ടായിസം നടത്തുന്നത്. കാക്കിക്കുള്ളിൽ CPM ഗുണ്ടായിസം തുടരുമ്പോൾ സാധാരണക്കാരന് പോലീസിലുള്ള വിശ്വാസമാണ് ഇല്ലാതാകുന്നതെന്ന് നിയമവിദഗ്ധർ വിലയിരുത്തുന്നു. ജനം, തിരുവനന്തപുരം.